മഴയ്ക്ക് ശേഷം വരുന്ന വെയിൽ. തൃശൂരിലെ ഒരു പഴയ വീട്ടിലെ മുറ്റത്ത് ഓരോ വൈകുന്നേരവും ഒരു പെൺകുട്ടി മഴ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. അവളുടെ പേര് കീർത്തന. ജീവിതത്തിലൊരിക്കൽ പ്രണയം നഷ്ടപ്പെട്ടവൾ. അതിനുശേഷം അവൾക്ക് മഴ ഇഷ്ടമായി. കാരണം മഴ പെയ്യുമ്പോൾ ആരും അവളുടെ കണ്ണുനീർ തിരിച്ചറിയില്ല. അടുത്ത വീട്ടിലേക്ക് പുതിയൊരു കുടുംബം താമസം മാറി. അവരിലൊരാൾ അഭിരാം, ഒരു ആർട്ടിസ്റ്റ്, ചുമരുകളിൽ നിറങ്ങൾ പകരുന്ന പക്ഷെ മനസ്സിൽ ശാന്തത തേടുന്ന ഒരാൾ. ആദ്യമായി അവർ കണ്ടുമുട്ടിയത് വൈദ്യുതി പോയ ഒരു രാത്രിയിൽ. മഴ കനത്തിരുന്നു. കീർത്തനയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നൊരു ചിത്രപ്പടം അഭിരാമിന്റെ കാലടിയിൽ വീണു. അതെടുത്ത് അവൻ വാതിൽ മുട്ടി. "ഇത് നിങ്ങളുടേതാണോ?" കീർത്തന അതെടുത്തു. അതൊരപൂർണ ചിത്രം. മഴയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷേ അവളുടെ അരികിൽ ആരുമില്ല. "അവൾ ഒറ്റയ്ക്കാണോ?" അഭിരാം ചോദിച്ചു. "അതെ," കീർത്തന മറുപടി നൽകി. "അവൾക്കൊരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പോയി." അഭിരാം മൃദുവായി പറഞ്ഞു. "അപ്പോൾ അവളുടെ കഥ ഇനിയും പൂർത്തിയായിട്ടില്ല." ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചം തെളിച്ചു. അടുത്ത ദിവസങ്ങളിൽ അഭിരാം അവളുടെ വീട്ടുമുറ്റത്ത് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. കീർത്തന മഴ നോക്കിക്കൊണ്ടിരിക്കും. അവൻ നിറങ്ങൾ ചേർക്കും. ഒരു ദിവസം അവൻ അതേ അപൂർണ ചിത്രപടം തിരിച്ചുകൊടുത്തു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അരികിൽ ഒരാൾ കൂടിയുണ്ടായിരുന്നു. കുട പിടിച്ചു നിൽക്കുന്ന ഒരാൾ. "നീ എന്തിനാണിത് വരച്ചത്?" കീർത്തന ചോദിച്ചു. "കാരണം മഴയ്ക്ക് ശേഷം എപ്പോഴും വെയിൽ വരും," അഭിരാം പറഞ്ഞു. "പക്ഷെ ചിലപ്പോൾ ആ വെയിൽ ഒരാളായി വരും." കീർത്തനയുടെ കണ്ണുകൾ നിറഞ്ഞു. "എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ പേടിയുണ്ട്," അവൾ തുറന്നു പറഞ്ഞു. അഭിരാം അടുത്തേക്ക് വന്നു. "ഞാൻ നിന്നെ പഴയ മഴയെ മായ്ക്കാൻ വന്നതല്ല, പക്ഷേ നിന്റെ പുതിയ വെയിലാകാൻ വന്നതാണ്." കാലം കടന്നു. മഴ കുറയുകയും മുറ്റത്ത് സൂര്യപ്രകാശം നിറയുകയും ചെയ്തു. ഒരു രാവിലെ കീർത്തന അതേ ചിത്രപടം ചുമരിൽ തൂക്കി. അവൾ ചിരിച്ചു. അവളുടെ ജീവിതത്തിലെ അപൂർണ ചിത്രം ഇപ്പോൾ പൂർത്തിയായി. ചില പ്രണയങ്ങൾ പെട്ടെന്ന് വരില്ല. അവ മഴയ്ക്കുശേഷം മൃദുവായി ഉദിക്കുന്ന വെയിലുപോലെയാണ്. കോഴിക്കോട് നഗരത്തിലെ ഒരു പഴയ ബസ് സ്റ്റോപ്പ്. മഴ പെയ്യുന്ന സന്ധ്യ. കയ്യിൽ പുസ്തകങ്ങളുമായി ഒരു പെൺകുട്ടി, അമൃത. കുട മറന്നുപോയി. അവളുടെ അടുത്ത് ഒരു കുട നീട്ടി നിൽക്കുന്ന യുവാവ്, അനന്തു. "കൂടെ നിൽക്കാമോ?" അവൻ ചോദിച്ചു. അമൃത ചെറിയൊരു മഴയോടെ കുടക്കീഴിൽ ചേർന്നു. ആ മഴ അവരുടെ ആദ്യ പരിചയം. അമൃത ഒരു ലൈബ്രറിയിൽ ജോലി ചെയ്തു. അനന്തു അടുത്തുള്ള ബാങ്കിൽ. ഓരോ സന്ധ്യയും അതേ ബസ് സ്റ്റോപ്പിൽ, അതേ സമയം. ആദ്യത്തിൽ ചെറിയ സംഭാഷണം. "മഴ ഇഷ്ടമാണോ? കാപ്പി കുടിക്കുമോ?" പിന്നീട് ആ സംഭാഷണം ജീവിതത്തെക്കുറിച്ച്. അമൃതയ്ക്കൊരു സ്വപ്നം, ഒരു ചെറിയ ബുക്ക് കഫേ തുറക്കണം. അനന്തുവിനൊരു സ്വപ്നം, സ്വന്തമായി ഒരു വീട്, കുറച്ച് ചെടികൾ, മഴ നോക്കാനൊരു ജനൽ. ഒരു ദിവസം അമൃത ചോദിച്ചു, "നമ്മളൊരിക്കൽ കാണാതെ പോയാൽ?" അനന്തു ചിരിച്ചു. "മഴ പെയ്യുമ്പോൾ ഞാൻ ഇവിടെയുണ്ടാകും." കാലം കടന്നു. പ്രണയം മൃദുവായി വളർന്നു. പക്ഷേ ഒരു പ്രശ്നം. അമൃതയുടെ കുടുംബം നഗരത്തിന് പുറത്തേക്ക് മാറാൻ തീരുമാനിച്ചു. അവൾ ആ വാർത്ത പറഞ്ഞ ദിവസം മഴയില്ലായിരുന്നു. ആകാശം തെളിഞ്ഞു. "ഞാൻ പോകണം അനന്തു," അവൾ പറഞ്ഞു. അനന്തു കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, "നീ സ്വപ്നം വിട്ടുകളയരുത്." പോകുന്ന ദിവസം ബസ് സ്റ്റോപ്പിൽ മഴ തുടങ്ങി. അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു. "നീ മറക്കുമോ?" അനന്തു കൈ പിടിച്ചു. "മഴയെ ഞാൻ മറക്കില്ല. അതിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ട്." വർഷങ്ങൾ കടന്നു. ഒരു ചെറിയ ബുക്ക് കഫേ കോഴിക്കോട് നഗരത്തിൽ തുറന്നു. പേര് മഴയിൽ നിന്റെ പേര്. ഉദ്ഘാടന ദിവസം. ആദ്യമായി അകത്ത് കടന്നത് അനന്തു. കയ്യിലൊരു കുട. ചിരിച്ചുകൊണ്ട്. "ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യുമ്പോൾ ഞാൻ ഇവിടെയുണ്ടാകും." അമൃത ചിരിച്ചു. കണ്ണുനീർ മഴത്തുള്ളികളിൽ കലർന്നു. മഴ. സന്ദേശം. സത്യമായ പ്രണയം വലിയ വാക്കുകളിലല്ല, കാത്തിരിപ്പിലാണ്.